2025 അവസാനിക്കാറായപ്പോൾ 2025-ൽ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും റീക്യാപ്പ് വീഡിയോ ചെയ്തപ്പോഴാണ് നടിയും അവതാരകയുമായ വർഷ രമേശ് റിലേഷൻഷിപ്പ് തകർന്ന കാര്യം ആദ്യമായി വെളിപ്പെടുത്തിയത്. കാനഡയിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം സ്വദേശി അക്ഷയ്യാണ് വർഷയെ വിവാഹം ചെയ്തത്. ഇരുവരുടെയും വിവാഹ വീഡിയോകളും ഫോട്ടോകളുമെല്ലാം തന്നെ വൈറലായിരുന്നു. മുമ്പ് അക്ഷയ്ക്കൊപ്പമുള്ള നല്ല നിമിഷങ്ങളും വീഡിയോകളും ഫോട്ടോകളും വർഷ പങ്കിട്ടിട്ടുണ്ട്. റിലേഷൻഷിപ്പ് തകർന്നത് വർഷയെ സാരമായി തന്നെ ബാധിച്ചിരുന്നുവെന്നത് താരം ചെയ്ത റീലിൽ നിന്നും തന്നെ വ്യക്തമാണ്. 2025-ൽ ധന്യ വർമ്മയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ലോങ് ഡിസ്റ്റൻസ് മാരീഡ് ലൈഫിനെക്കുറിച്ച് വർഷ സംസാരിക്കുന്നുമുണ്ട്. സംസാരത്തിനിടയിൽ വർഷയുടെ വാക്കുകൾ ഇടറുന്നതും കണ്ണുകൾ നിറയുന്നതും കാണാൻ സാധിക്കുന്നു. 5 മാസം മുമ്പ് നൽകിയ അഭിമുഖത്തിൽ അക്ഷയ്യെ ആദ്യമായി പരിചയപ്പെട്ടപ്പോൾ മുതലുള്ള കാര്യങ്ങൾ വർഷ തുറന്നു പറഞ്ഞു. അക്ഷയുടെ എൻട്രി വലിയൊരു എൻട്രിയായിരുന്നു. എനിക്ക് ഒരു 3 കൊല്ലത്തെ പ്രണയമുണ്ടായിരുന്നു. അയാളെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് പക്ഷേ തകർന്നു. ഞാൻ മീഡിയയിലാണ് എന്നതിൽ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിനല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കായിരുന്നു എതിർപ്പ്. അതിനുശേഷം വിവാഹാലോചനയ്ക്കായി എൻ്റെ വിവരങ്ങൾ വീട്ടുകാർ മാട്രിമോണിയിലിട്ടു. ഞാനും കല്യാണം കഴിക്കാൻ റെഡിയായിരുന്നു. എനിക്ക് ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹമുള്ളയാളാണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലാത്തയാളാണ്. കുടുംബവും കുട്ടികളും എല്ലാം എൻ്റെ ആഗ്രഹം. വിവാഹാലോചന പുരോഗമിക്കുന്നതിനിടയിലാണ് അക്ഷയ് ലാൻഡ് ചെയ്യുന്നത്. തുടക്കത്തിൽ അക്ഷയ് കോഴിക്കോട്ടുകാരനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. സംസാരിച്ചപ്പോഴാണ് സ്വദേശം തിരുവനന്തപുരമാണെന്ന് മനസ്സിലായത്. പക്ഷേ വീട്ടുകാർ അത്ര ദൂരത്ത് നിന്നും ബന്ധം താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അക്ഷയോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾക്ക് സ്നേഹത്തോടെ ഇരിക്കുന്നതിനേക്കാൾ അടിപിടി വഴക്കാണ് കൂടുതൽ. കാനഡയിലെയും ഇവിടുത്തെയും ടൈമിലുള്ള വ്യത്യാസമാണ് കാരണം. ഭയങ്കര പ്രശ്നങ്ങളാണ്. പക്ഷേ മുന്നോട്ട് എങ്ങനെയൊക്കെയോ ലൈഫ് പോകുന്നുണ്ട്. അത്രയേ എനിക്കറിയൂ. അക്ഷയ്ക്ക് PR ഉണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹശേഷം PR എടുത്ത് അക്ഷയ്ക്കൊപ്പം കാനഡയിലേക്ക് പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു. എനിക്ക് PR കിട്ടാൻ 1.5 വർഷമെടുത്തു. ആ 1.5 വർഷത്തിനിടെ ഇവിടെയുള്ള മീഡിയയിലെ എൻ്റെ കരിയറൊക്കെ മാറി. ഇത് ഞാൻ പോലും വിചാരിക്കാതെ സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ കരിയർ ഞാൻ ഒരു വിധ കോംപ്രമൈസും ചെയ്യില്ല. എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. നല്ലൊരു വർക്ക് ചെയ്ത് റിസൾട്ട് വരുമ്പോഴാണ് എനിക്ക് സന്തോഷം. കരിയറിൻ്റെ വില എനിക്കറിയാം എന്നാണ് വർഷ പറഞ്ഞത്. ഒരു പങ്കാളി വേണമെന്ന് അത്രയേറെ ആഗ്രഹിച്ച് വിവാഹം കൊണ്ടാവാം വർഷയെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ തളർത്തിയത്. തൻ്റെ റിലേഷൻഷിപ്പിലെ തകർച്ച വാർത്തയായപ്പോൾ വർഷ പ്രതികരിച്ചിരുന്നു. അത് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യമല്ലേ. അതുകൊണ്ട് എനിക്ക് എന്തായാലും അതേക്കുറിച്ച് ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശം